കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 ദിനവൃത്താന്ത പുസ്തകം 13-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ ദൈവത്തിൻ്റെ പെട്ടകം വീണ്ടും നമ്മുടെ അടുക്കൽ കൊണ്ടുവരിക. സൗലിൻ്റെ കാലത്തിൽ നാം അതിനെ ഗണ്യമാക്കിയില്ലല്ലോ. ഈ കാര്യം സകല ജനത്തിനും ബോധിച്ചതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് സർവ്വസഭയും പറഞ്ഞു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഈ ദൈവത്തിൻ്റെ പെട്ടകം എന്ന് പറയുമ്പോൾ അതിനകത്തിരിക്കുന്നത് മോശയ്ക്ക് ദൈവം കൊടുത്ത 10 കൽപ്പനകളാണ് ആ പെട്ടകത്തിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ശൗലും മക്കളും ഫെലിസ്ത്യരാൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിനു ശേഷം ദാവീദ് ആ സ്ഥാനത്തിൽ രാജാവാകുകയാണ്. അപ്പോൾ ആ സ്ഥാനത്തിൽ രാജാവായപ്പോൾ ദാവീദ് ആദ്യം അന്വേഷിക്കുന്നത് ദൈവത്തിൻ്റെ പെട്ടകത്തെ നമുക്ക് യഥാസ്ഥാനത്ത് കൊണ്ടുവരണം. സൗലിൻ്റെ കാലത്തിൽ എന്ന് പറഞ്ഞാൽ തനിക്ക് മുമ്പിരുന്ന ആ രാജാവിൻ്റെ കാലത്തിൽ ആ പെട്ടകത്തിനെക്കുറിച്ചൊരു നമുക്കൊരു ബോധ്യം, അല്ലെങ്കിൽ അതിനെ ശരിക്ക് ഗവനിക്കാൻ സൗൽ രാജാവ് വിട്ടുപോയി. പക്ഷെ നമ്മ അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം ആ പെട്ടിയെ കൊണ്ടുവരണമെന്ന് വെച്ചാൽ, അപ്പോൾ സൗല സഭയ്ക്കും അത് ബോധ്യമായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു നന്മ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുമ്പോൾ, ഒരു വീട് വയ്ക്കുമ്പോൾ, ഇതൊക്കെ നടക്കുമ്പോൾ നമ്മിൽ പലരും ആദ്യം എന്ത് ചെയ്യും? പാർട്ടികൾ നടത്തും. എന്ന് പറഞ്ഞാൽ പാർട്ടി നടത്തുന്നതെന്ന് വെച്ചാൽ റിലേഷനിലുള്ളവരെ, ബന്ധത്തിലുള്ളവരെ, അല്ലെങ്കിൽ വെച്ചാൽ ഈ കൂട്ടുകാരെ, അങ്ങനെ എല്ലാവരെയും വിളിച്ച് നാം പാർട്ടി നടത്തും. പക്ഷെ ഒരു സ്തോത്ര ആരാധന നടത്തുവാൻ പലപ്പോഴും നാം മറന്നു പോകാറുണ്ട്. പ്രിയ ദൈവമക്കളെ, ഒരു ദൈവത്തിൻ്റെ പെട്ടകത്തിനെ കൊണ്ടുവരുവാൻ ദാവീദ് രാജാവ് മനസ്സ് കാണിച്ചതുപോലെ താൻ രാജപദവിയിൽ വന്നപ്പോൾ ആദ്യം അന്വേഷിച്ചത് ആ പെട്ടിയാണ്. അതേപോലെ നമുക്കും ആദ്യം ആ യേശുവായ ആ വലിയൊരു പേടകം എന്ന് പറഞ്ഞ് നമുക്കറിയാം, നോഹയുടെ കാലത്തിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ നോഹയും കുടുംബം ഒരു പേടകം ഉണ്ടാക്കിയാൽ അതിനകത്താണ് രക്ഷപ്പെട്ടത്. അതേപോലെ നമുക്ക് രക്ഷപ്പെടാൻ ഇന്നൊരു പേടകമുണ്ട്, കർത്താവ് യേശു ക്രിസ്തു. അപ്പോൾ നാം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ നടക്കുമ്പോൾ, നമുക്കൊരു ജോലി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു വിവാഹം നടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൊരു വീട് വയ്ക്കുമ്പോൾ, നാം പാർട്ടി നടത്തുന്നതിനേക്കാളും ആദ്യം ഒരു ആരാധന വയ്ക്കുവാൻ നാം മനസ്സ് കാണിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രസന്നത നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് സഹായമായിരിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിവാൻ സാധിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തരുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ നന്ദിയുള്ളവരായി, അങ്ങേ കർത്താവെ ഞങ്ങൾ സന്തോഷിപ്പിക്കുന്നവരായി, അങ്ങ് സ്തോത്രയാഗങ്ങളെ എടുക്കുന്നവരായി അങ്ങ് ഞങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകപ്രകാരമായിട്ടുള്ള കർത്താവെ എല്ലാ ആഡംബരങ്ങളിൽ നിന്നും ഞങ്ങൾ വിലകി ദൈവത്തിന് ഇഷ്ടമേതോ അതിൽ തന്നെ ഉറച്ചു നിൽപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ കർത്താവെ അങ്ങയുടെ വഴിയിൽ നടന്നു വരുവാൻ ദൈവം കൈപിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.